കടുത്ത മതനിയമങ്ങൾ നിലനിൽക്കുന്ന ഇറാനിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്ത മുൻ സർവേ എഞ്ചിനീയറും ഇസ്ലാമിക പണ്ഡിതനുമായ ഷാ അഹമ്മദി തന്റെയും കുടുംബത്തിന്റെയും അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ കഥ വെളിപ്പെടുത്തി. നിലവിൽ ഇറാൻ എലൈവ് മിനിസ്ട്രിയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം CBN ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. 8-ാം വയസ്സിൽ പിതാവിനോടൊപ്പം പള്ളിയിൽ പോയി തുടങ്ങിയ അഹമ്മദി 13-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായി പേരെടുത്ത അദ്ദേഹം ഒരു പെട്രോ കെമിക്കൽ ഫാക്ടറിയിൽ ജോലി ചെയ്യവേ സർക്കാരിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ അവിചാരിതമായി കാണാൻ ഇടയായതാണ് ജീവിതം മാറ്റിമറിച്ചത്. ഇസ്രായേൽ ചാരനാണെന്ന ആരോപണവും വധഭീഷണിയും ഉയർന്നതോടെ മഞ്ഞുമൂടിയ മലനിരകൾ താണ്ടി അദ്ദേഹം തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു. തുർക്കിയിലും പിന്നീട് ഇംഗ്ലണ്ടിലും എത്തിയ അഹമ്മദി തന്റെ നഷ്ടങ്ങളിൽ തളർന്ന് ലഹരിക്ക് അടിമയായി. എന്നാൽ അവിടെ വെച്ച് ഒരാൾ നൽകിയ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന ലളിതമായ സന്ദേശം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഇസ്ലാമിൽ നിങ്ങൾ നല്ലത് ചെയ്താൽ ദൈവം സ്നേഹിക്കുന്നു, തെറ്റ് ചെയ്താൽ വെറുക്കുന്നു എന്നാണ് പഠിച്ചത്. എന്നാൽ യേശുവിനെ പാപിയായിരിക്കെ തന്നെ സ്നേഹിക്കുന്നുവെന്നും അവനിലേക്ക് വരുന്നവരെ അവൻ കഴുകി ശുദ്ധനാക്കുമെന്നും അറിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച സമാധാനം വിവരിക്കാനാവാത്തതാണെന്ന് അഹമ്മദി പറഞ്ഞു. 8 മാസത്തോളം ബൈബിളും ഖുറാനും താരതമ്യം ചെയ്ത് പഠിച്ച ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. അഹമ്മദിയുടെ മാറ്റത്തിന് പിന്നിലെ ഇറാനിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടായി. അഹമ്മദിയുടെ കുടുംബത്തിലെ 8 പേർക്ക് വ്യത്യസ്ത സമയങ്ങളിൽ യേശു സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും വെളിപ്പെട്ടു. ഇതോടെ അവർ രഹസ്യമായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറി. കടുത്ത മുസ്ലിം മത വിശ്വാസിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് തുർക്കിയിൽ വെച്ച് വിശ്വാസം സ്വീകരിച്ചു. ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് അതീവ അപകടകരമാണെന്ന് അഹമ്മദി പറഞ്ഞു. ഒരു വീട്ടിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാം. മാമോദീസ സ്വീകരിച്ചാലോ 13 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടും ഇറാനിലെ രഹസ്യ സഭകൾ വളരുകയാണെന്നും അഹമ്മദി സാക്ഷ്യപ്പെടുത്തുന്നു.